ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു മാക്സി ഗൗണാണ്. അതിന് വേണ്ടിയിട്ട് 3 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നല്ല വീതിയുള്ള തുണി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീതി എനിക്ക് നല്ല ലെങ്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വീതിയിലാണ് എനിക്ക് ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ മടക്കുക എന്ന് ഞാൻ പേപ്പറിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ തുണിയിലും മടക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഷോൾഡർ 6.5 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി ബോക്സാക്കി വരക്കാം. പിന്നീട് 2.5 ഇഞ്ചിൽ ബാക്ക് നെക്കും ഇതുപോലെ ബോക്സ് ചെയ്തിട്ട് നമുക്ക് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. പിന്നെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആം ഹോളാണ്. ആം ഹോൾ 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ചെസ്റ്റ് 9.5 എടുത്തിട്ടുള്ളത്. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ വേസ്റ്റിൻ്റെ ലെങ്ത്താണ്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വേസ്റ്റിൻ്റെ വിഡ്ത്ത് 11 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ആം ഹോള് കർവ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റും വേസ്റ്റും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. വേസ്റ്റിൻ്റെ അവിടെ നിന്ന് വല്ലാണ്ട് ചിരിക്കൊന്നും വേണ്ട, നേരെ ഒന്ന് താഴെ വരെ നമുക്കിതുപോലെ ഒന്ന് വരച്ചെടുക്കാം. താഴെ വരെ വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് മാത്രം ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് പെടാതെ ഫ്രണ്ട് നെക്ക് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. സ്ലീവിൻ്റെ വിഡ്ത്ത് 10 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ 3 ഇഞ്ചിലോട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. പിന്നെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചും വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത്, സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 18 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി സ്ലീവിൻ്റെ ബോട്ടം ഞാൻ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഷോൾഡറുകൾ തമ്മിൽ 2 യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡർ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ഭാഗവും വെച്ചിട്ട്, ടോപ്പിൻ്റെ നല്ല ഭാഗവും ക്രോസ് പീസിൻ്റെ നല്ല ഭാഗവും വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ സ്ലീവ് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴോട്ട് വേസ്റ്റിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. 14 ഇഞ്ചിൽ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് 14 ഇഞ്ച് നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ശേഷം വേസ്റ്റിൻ്റെ വിഡ്ത്ത് എത്ര ഉണ്ടെന്ന് നോക്കുക. വേസ്റ്റിൻ്റെ വിഡ്ത്ത് എനിക്ക് 22 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി അവിടെ നമുക്ക് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അളന്നെടുക്കുന്നത്. ഇനി ഞാൻ 12 ഇഞ്ചിൽ എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് അത്ര വീതിയിൽ മതി, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും 12 ഇഞ്ചിൽ ഞാൻ എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ
വേസ്റ്റിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ എലാസ്റ്റിക് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിലും ഇതുപോലെ എലാസ്റ്റിക് വെക്കണം. അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ താഴെ നിന്ന് മുകളിലോട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ സ്ലീവിൻ്റെ അവിടെ എത്ര അളവിൽ എലാസ്റ്റിക് വേണം എന്ന് വെച്ചാൽ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനൊരു 8 ഇഞ്ചിലാണ് എലാസ്റ്റിക് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി എലാസ്റ്റിക് ആ ലൈനിലൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ചെരിയാതെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്ലീവ് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചുരുക്ക് സ്ലീവിലും വന്നിട്ടുണ്ട്, അതുപോലെ നമ്മളുടെ വേസ്റ്റിലും ഇതുപോലെ ചുരുക്ക് വന്നിട്ടുണ്ട്. എലാസ്റ്റിക് വെക്കണോണ്ടാണ് കേട്ടോ അതുപോലെ ചുരുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളുടെ വേസ്റ്റും സ്ലീവും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതുപോലെ താഴ്ഭാഗം ഒന്ന് മടക്കിയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ടോപ്പ് കിട്ടിയിട്ടുള്ളത്. സ്ലീവ് ഇതുപോലെയാണ്, നെക്കും ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഫുൾ ലെങ്ത്തിലുള്ള ഒരു മാക്സി ഗൗണാണ്. അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.